Hi everyone, welcome to once. അപ്പോൾ നമ്മളിവിടെ ഷോർട്ട് സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ S4 സിവിൽ എഞ്ചിനീയറിംഗിലെ സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 1-ലെ ഷോർട്ട് സെഷൻ സീരീസ് ആണിത്. അതായത് ഷോർട്ട് സെഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ ആ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിലും പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാണെങ്കിലും എന്തൊക്കെയാണ് ആ മോഡ്യൂളിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതെന്നുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പോകാൻ പോകുന്നത്. ഈ സെഷനിൽ മെയിൻലി നമ്മൾ ഈ മൊഡ്യൂൾ 1-ൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ദെൻ ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് നമുക്ക് ന്യൂമറിക്കൽസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്, അതെങ്ങനെ ജസ്റ്റ് സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഷോർട്ട് സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡയറക്ട്ലി സെഷനിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് മൊഡ്യൂൾ 1-ന്റെ സിലബസ് നോക്കാം. സ്ട്രക്ചറൽ അനാലിസിസ് 2-ലെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് അതിന്റെ സിലബസ് ഇതാണ്. മെയിൻലി സിലബസിൽ നമുക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് and second one is moment distribution method. Okay, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഹാഫ് പോർഷൻ വിൽ ബി ഫ്രം സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആൻഡ് ഹാഫ് പോർഷൻ വിൽ ബി ഫ്രം മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ആ ഒരു രീതിയിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ട് എയിൽ വരുന്ന നമുക്ക് പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 2 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണത്തിന് പ്രോബബിലിറ്റി സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ നിന്ന് വരാനും അല്ലെങ്കിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വരാനും ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ജനറലൈസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ സിലബസിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഡിസ്പ്ലേസ്മെന്റ് അപ്രോച്ചസ് ഇൻ സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. സോ വാട്ട് യു മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് അപ്രോച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് സിലബസിൽ സ്ട്രെസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ടേം ആണ് വാട്ട് ഇസ് കോൾഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. അപ്പോൾ എന്താണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി, അല്ലെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ തന്നിട്ട് ഐഡന്റിഫൈ ദ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഈ 2 മെയിൻ ടോപ്പിക്സിലേക്ക് കയറാത്ത രീതിയിലുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് കയറിയിട്ട് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഹാവിംഗ് സർട്ടൻ അസംപ്ഷൻസ്. അതിന്റെ അസംപ്ഷൻസ്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്താണ് യൂഷ്വലി ചോദിച്ചു കണ്ടിട്ടുള്ളത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഈവൻ അതിന്റെ ഡെറിവേഷൻ വരെ വേണമെങ്കിൽ ചോദിക്കാം. കാരണം സിലബസിൽ ഡെറിവേഷൻ, ഡെവലപ്മെന്റ് ഓഫ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഒരു ടേം, ഡെവലപ്മെന്റ് ഓഫ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഡെറിവേഷനും ചോദിക്കാം. ഓക്കെ, പക്ഷെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ഒന്നും ആയിട്ട് ഒരിക്കലും ഡെറിവേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. യൂഷ്വലി കാണുന്നത് വാട്ട് ഇസ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ചോദിക്കും, അതിലെ ഈച്ച് കമ്പോണൻസ് അല്ലെങ്കിൽ ഈച്ച് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ആൻഡ് ഡെറിവേഷൻ ഓഫ് ബേസിക് ഇക്വേഷൻ ഓഫ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷന്റെയും ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പോർഷൻസിൽ നിന്നൊക്കെ നമുക്ക് ഇത് ചോദിക്കാം. പിന്നെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനിൽ മെയിൻലി അവിടെ അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് സ്വേ എന്നുള്ള ഒരു ടേം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് മാത്രം മതി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എൻറ്റയർ തിങ് ഇസ് ഇൻക്ലൂഡഡ്, അതായത് ബീംസിന്റെയും ഫ്രെയിംസിന്റെയും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള എൻറ്റയർ അനാലിസിസ് യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ബീംസ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് ആൻഡ് നോൺ സ്വേ ഫ്രെയിം എന്ന് മാത്രം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സ്വേ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റെപ്സ് എഴുതി വെച്ചാൽ മതി, ബിക്കോസ് ഇറ്റ്സ് മെൻഷൻഡ് ഇലസ്ട്രേഷൻ ഉള്ളു. അപ്പൊ അങ്ങനെയും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ജസ്റ്റ് എ ബ്രീഫ് ഔട്ട്ലൈൻ അബൌട്ട് ദ സിലബസ്. മൊഡ്യൂൾ 1 കവർ ചെയ്യുന്ന സിലബസിന്റെ ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ആണ്. അതിൽ ഈ ഫസ്റ്റ് പോർഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മെയിൻലി ഡിസ്പ്ലേസ്മെന്റ് അപ്രോച്ചിനെ കുറിച്ച് ചോദിക്കാം, കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിനെ കുറിച്ച് ചോദിക്കാം, ഡിഫറെന്റ് മെത്തേഡ്സിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നിന്ന് വരുന്നതും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ 3 പോർഷൻ ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് പോർഷനിൽ വിൽ ബി ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദ ബേസിക് ടേംസ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെന്റ് അപ്രോച്ച്, കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് ഈ സെഷന്റെ ഉള്ളിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷനിലേക്ക് കിടക്കും. അപ്പൊ സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനിലും ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു ഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഐ ഹാവ് ടോൾഡ് വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. അപ്പൊ ആ സിലബസിലെ മൊഡ്യൂൾ 1-ലെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ഒരു ടേം ആയിരുന്നു വാട്ട് യു മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. സോ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഇസ് ആക്ച്വലി ആൻ അപ്രോച്ച് ഇൻ സ്ട്രക്ചറൽ അനാലിസിസ് യൂസ് ഫോർ സോൾവിംഗ് അൺനോൺ ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു ജോയിന്റിൽ വരുന്ന അൺനോൺ ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ്സ് കണ്ടുപിടിക്കുന്ന
സോൾവ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ്സിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. നമ്മൾ സ്ട്രക്ചർ അനാലിസിസ് 1 ഫോഴ്സ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോഴ്സ് മെത്തേഡ് എന്തായിരുന്നു? അൺനോൺ ഫോഴ്സസ്, അതായത് അൺലൈക്ക് അൺനോൺ ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഫോഴ്സ് മെത്തേഡ്. അൺനോൺ ഡിസ്പ്ലേസ്മെന്റ്സ് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. അപ്പൊ നമ്മൾ സ്ട്രക്ചർ അനാലിസിസ് 1 പഠിച്ചത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോഴ്സ് മെത്തേഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്നൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഫോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് അൺനോൺ ഫോഴ്സസ്. ഹിയർ യു വിൽ ബി യൂസിങ് ടു ഫൈൻഡ് ഔട്ട് അൺനോൺ ഡിസ്പ്ലേസ്മെന്റ്സ്. അപ്പോൾ ഒരു അൺനോൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഇസ് റൊട്ടേഷൻസ് ആൻഡ് ട്രാൻസ്ലേഷൻസ്. ദെൻ ഇവിടെ നമ്മൾ കോമൺലി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. Whereas in force method we will be finding out degree of static indeterminacy. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് ആയി. ആദ്യത്തെ പോയിന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അൺനോൺസ്, ഫോഴ്സ് മെത്തേഡിൽ ഫോഴ്സസ് ആണ് അൺനോൺസ്. അതൊരു പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റിൽ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫോഴ്സ് മെത്തേഡിൽ വി വിൽ ബി ഗോയിങ് ഫോർ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. ഓക്കെ, then methods like slope deflection method, stiffness method etc. are the most common used methods for using this. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് explain this displacement method. ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഫോക്കസ് ചെയ്ത് എഴുതേണ്ട 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് unknown displacements. Unknown displacement എന്തൊക്കെയാണ്? റൊട്ടേഷൻസ് ആൻഡ് ട്രാൻസ്ലേഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് യൂസസ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. അതാണ് സെക്കൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് അവിടെ, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പഠിക്കാവുന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോഴ്സ് മെത്തേഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ഇതും നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു 2 ക്വസ്റ്റ്യനും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നൗ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ടേം പറഞ്ഞു, ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. ഇതാണ് നമുക്ക് നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഇസ് മെയിൻലി ബേസ്ഡ് ഓൺ ദിസ്. ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അറിയണം വാട്ട് ഇസ് ദിസ് ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്പ്ലേസ്മെന്റ് കമ്പോണൻസ് ഫോർ എനി സപ്പോർട്ട്. ഒരു സപ്പോർട്ടിലുള്ള നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്പ്ലേസ്മെന്റ്സിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. അത് ഹൊറിസോണ്ടൽ ആവാം, വെർട്ടിക്കൽ ആവാം, റൊട്ടേഷൻ ആവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് പഠിച്ചപ്പോൾ we are having 3 different types of supports mainly. First one, this type of support is called a roller support. This type of support is called a hinge support. And this type of support is called a fixed support. ഇങ്ങനെ 3 സപ്പോർട്ടുകളെ കുറിച്ചാണ് നമ്മൾ മെയിൻലി പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ സപ്പോർട്ടിനും അല്ലെങ്കിൽ ഓരോ എൻ കണ്ടീഷനും എത്ര നമ്പർ ഓഫ് ഫ്രീഡം പോസിബിൾ ആണ്. ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു റോളർ ആയതുകൊണ്ട് എ റോളർ ക്യാൻ മൂവ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ അലൗ റൊട്ടേഷൻ. അപ്പോൾ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഒരു റോളർ സപ്പോർട്ടിനുള്ളത്. റൊട്ടേഷനും അത് പറ്റും, ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷനും അതിന് പറ്റും. ഇനി ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിലോ, ഹിഞ്ച് സപ്പോർട്ട് വിൽ സപ്പോർട്ട് ഓൺലി റൊട്ടേഷൻ. റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ ഹിഞ്ച് സപ്പോർട്ട് അലൗ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഇസ് ഹൊറിസോണ്ടൽ മോഷനും ഇല്ല, വെർട്ടിക്കൽ മോഷനും ഇല്ല. ഇനി ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് പെർമിറ്റ് എനിത്തിങ്. അതായത് റൊട്ടേഷനും അലൗ ചെയ്യില്ല, ട്രാൻസ്ലേഷനും അലൗ ചെയ്യില്ല, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മോഷൻ ആസ് വെൽ ആസ് റൊട്ടേഷൻ 3ഉം അലൗ ചെയ്യില്ല. സോ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് 3. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടിന് എത്ര മോഷൻസ് അലൗ ചെയ്യാൻ പറ്റും, അതിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഒരു റോളർ സപ്പോർട്ട് ആണെങ്കിൽ ഇറ്റ് ക്യാൻ അലൗ 2, hinge support ആണെങ്കിൽ it can allow 1, and if it is a fixed support it can allow no. Okay, no number. So ഇതിന്റെ ബേസിസിലാണ് we find out the degree of kinematic indeterminacy. Okay, so total possible displacement is actually 3 per a joint, that's called constraint. അപ്പോൾ ഇതിന്റെ ബേസിസിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ വാട്ട് ഇസ് ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ്സ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്പ്ലേസ്മെന്റ്സ് പോസിബിൾ, അങ്ങനെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ തന്നിട്ട് ആ എക്സാമ്പിളിന്റെ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. ഹിയർ there is a fixed support, here there is a fixed support, here there is a roller support. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും തരാം. ഇതിന്റെ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ
ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് 0. ഇവിടെ റോളർ എൻഡ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് 2. ഇവിടെ ഇറ്റ് ഇസ് ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് 0. സോ ടോട്ടൽ 0 + 2 + 0 2. So this type of beam is having 2 degree of kinematic indeterminacy. അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഒന്ന്, വാട്ട് ഇസ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. 2, how can we find out kinematic indeterminacy for different types of structure. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മോർ ദാൻ 1 ക്വസ്റ്റ്യൻ എക്സാമ്പിൾസ് തന്നിട്ട് ചോദിക്കാം. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ദ ഡെഫിനിഷൻ ഫോർ ദിസ്. ദെൻ ഓരോ സപ്പോർട്ട്സിനും എത്ര എണ്ണം ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് എങ്ങനെ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ എഴുതാം. കാരണം സ്കീം എങ്ങനെ വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഓരോ പോയിന്റ്സിന് 1 മാർക്കാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വരും. നമുക്ക് അറിയാവുന്ന ഒരു 3 to 4 പോയിന്റ്സ് എങ്കിലും എഴുതി വെക്കുക. Now next is what's the step-by-step procedure used in displacement method. ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്ന ഒരു step-by-step procedure എന്നാണ്. So the first and important step is determine degree of kinematic indeterminacy or degree of freedom. Then we will be applying a unit displacement. എവിടെയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ we will be applying a unit displacement and we will be calculating for the member forces. ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ട് മെമ്പർ ഫോഴ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യും. Then commonly we will be forming equilibrium equations. നമ്മൾ equilibrium equations ഫോം ചെയ്തിട്ട് ജോയിന്റ് എടുത്ത് അനലൈസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. Then we will be solving for this displacement and finally we will be calculating the forces or reaction. അപ്പൊ ഇങ്ങനെ ഒരു 5 സ്റ്റെപ്പാണ് മെയിൻലി ഈ ഒരു മെത്തേഡ്, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. വാട്ട്സ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ യൂസ്ഡ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ഫസ്റ്റ് ഇസ് കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. നെക്സ്റ്റ് ഇസ് അപ്ലൈ എ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് and find out the values corresponding to that, member forces corresponding to that. Then we will be formulating the equilibrium equations, and from the equilibrium equations we will be taking a joint and analyzing that. Then we will be solving for the displacement and finally we will be calculating the member forces. Okay, അപ്പോൾ ഈ ഒരു ജനറൽ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാവുന്ന ടൈപ്പ് ഓഫ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഒരു 5 to 6 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു പോർഷനിൽ നിന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇനി കൂടുതൽ ചോദിക്കുന്നതും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിന്റെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ മെയിൻലി അവിടെ ചോദിക്കാറുള്ളത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കാം, അതിലെ ടേംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ദെൻ അതിന്റെ ഒരു ഡെറിവേഷൻ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്, അതും വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നുമായിട്ട് ഡെറിവേഷൻ ചോദിക്കുന്നതിൽ ലോജിക് ഇല്ല. പാർട്ട് ബിയിലാണ് ചോദിക്കേണ്ടത്. പക്ഷെ പാർട്ട് ബിയിൽ നമുക്ക് ഫുൾ ആയിട്ട് ചെയ്യാൻ നമ്മുടെ ഇതിൽ പ്രോബ്ലം തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രോബിലിറ്റി ഇസ് വെരി ലെസ് ഫോർ ആസ്കിംഗ് ഡെറിവേഷൻ. ഡെറിവേഷൻ ചോദിക്കാനുള്ള ഒരു പ്രോബിലിറ്റി വളരെ കുറവാണ്. സോ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഇവിടെ മെയിൻലി ചോദിക്കുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിന്റെ അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ദ അസംഷൻ ഇസ് ലൈക്ക് ദിസ്: all joints are rigid. That is, the angle between any two member of a joint does not change even after the deformation. അതായത് ഈ മെത്തേഡിന്റെ മെയിൻ അസംഷൻ ആണ് എല്ലാ ജോയിന്റുകളും റിജിഡ് ആണ്. അതായത് ഡിഫോർമേഷൻ ഉണ്ടാവുന്നതിന് മുന്നേയും ഉണ്ടായി കഴിഞ്ഞിട്ടും ഇതിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ ഒരു AB/BC എന്ന് പറഞ്ഞ 2 മെമ്പറിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ആഫ്റ്റർ ഡിഫോർമേഷൻ it may get deformed ആവാം, പക്ഷെ deformed ആയാലും that angle will not change. This is the first one. Then second one is distortion due to axial deformations are neglected. Axial deformations കാരണമുള്ള ഡിസ്റ്റോർഷൻസിനെ നമ്മൾ യൂഷ്വലി നെഗ്ലക്ട് ചെയ്യും. ഇതാണ് നമ്മൾ കോമൺലി ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന 2 അസംഷൻസ്. ഇനി ഇവിടെ മെയിൻലി ചോദിക്കാറുള്ളത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിന്റെ ഒരു ബേസിക് ഇക്വേഷൻ ആണ്. സോ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഇപ്പൊ നമ്മൾ AB എന്ന് പറയുന്ന സ്പാൻ ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ MAB ഈക്വൽ ടു MFAB പ്ലസ് 2EI/L multiplied by 2 theta A plus theta B minus 3 delta by L. This is the basic equation for slope deflection method. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് ഇതിന്റെ ഓരോ ടേംസ് എഴുതാമെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പൊ MAB എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന സ്പാനിൽ A to B ആക്ട് ചെയ്യുന്ന മൊമെന്റിനെയാണ് MAB എന്ന് പറയുന്നത്. MFAB എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഫിക്സഡ് എൻഡ് മൊമെന്റ്. അപ്പൊ ഫിക്സഡ് എൻഡ് മൊമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന ഗിവൻ ലോഡിംഗ് കണ്ടീഷൻസ് വെച്ചിട്ട് 2 അറ്റവും ഫിക്സഡ് ആയി കൺസിഡർ ചെയ്ത്, ദാറ്റ് ഈസ് ഇഫ് ദിസ് ഇസ് ദ ലോഡിംഗ് കണ്ടീഷൻ, ദിസ് ഇസ് ദ ബീം, if there is a load W, ഒരു W ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് AB എന്ന് പറയുന്ന ബീമായിട്ട് കൺസിഡർ ചെയ്താൽ MFAB എന്ന് പറയുന്നത്
എ ബി പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഫിക്സഡ് എൻഡ് മൊമെന്റും അടുത്തത് ഇറ്റ് വിൽ ബി എം ബി എ. ഇതാണ് അടുത്ത പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഓരോ ഇക്വേഷൻസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മൊമെന്റ്സിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഇതാണെങ്കിൽ മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയറും പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ ബി ബൈ എൽ സ്ക്വയറും. ഇതാണ് രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഇനി ഇതുപോലെ പോയിന്റിലോട് ഒരു ഇക്വേഷൻ ഉണ്ട്, യു ഡി എൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ദെൻ ഇ ഐ എന്താണ്? ഇ എന്ന് പറയുന്നത് ഇ ഇസ് ദ യങ്സ് മോഡുലസ്, ഐ ഇസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബീമില് ഏത് പോർഷൻ, ഇപ്പൊ എ ബി ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ എ ബി പോർഷന്റെ യങ്സ് മോഡുലസ് എത്രയാണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്, അത് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ എഴുതാം. ദെൻ തീറ്റ എ തീറ്റ ബി. തീറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് റെപ്രസെന്റേഷൻ ഫോർ സ്ലോപ്പ്. അപ്പൊ തീറ്റ എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്ലോപ്പ്, തീറ്റ ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്ലോപ്പ്. ഇനി ഡെൽറ്റ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ആണ്. ഡിഫോർമേഷൻ ഒരു സപ്പോർട്ട് സിങ്കിങ് ആവാം, അങ്ങനെയുള്ള എന്തെങ്കിലും സ്വേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഇറ്റ്സ് കൺസിഡർഡ് ആസ് ഡെൽറ്റ. ആൻഡ് എൽ ഇസ് ദ ലെങ്ത് ഓഫ് സ്പാൻ. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ഇക്വേഷൻ. ആ ബേസിക് ഇക്വേഷനിലെ ടേം. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി ഓരോ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ടേംസ് വളരെ ക്ലിയർ ആയിരിക്കുക. എം എ ബി എന്ന് പറയുന്നത് മൊമെന്റ് ആണ്, എം എഫ് എ ബി എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡ് മൊമെന്റ്. ദ ടേം ഇസ് ഇമ്പോർട്ടന്റ്, ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഈ യങ്സ് മോഡുലസ്, ഐ ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, L is span. Then theta A, theta B are the slopes at point A and B, and delta is the deformation. Okay. Now we are moving to moment distribution method. അവിടെ നമ്മൾ ഇതുപോലെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ആ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകളാണത്. ക്യാരി ഓവർ മൊമെന്റ്, distribution factor, അങ്ങനെയൊക്കെ ഉള്ളത്. So first one is carry over moment. That is when a moment is applied at one end of the member, allowing rotation of that end and fixing the far end. അതായത് ഒരു എടുത്ത് നമ്മൾ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്തു, അവിടെ നമ്മൾ റൊട്ടേഷൻ അലൗ ചെയ്യാണ്. Then we are fixing the farther end. അത് അടുത്ത എൻഡിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മൊമെന്റിനെയാണ് what we call it as carry over moment. Okay, so if m is the applied moment and m dash is the moment developed at b, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എയിൽ ഉണ്ടാവുന്ന മൊമെന്റ് എയും ആ എയിലുള്ള മൊമെന്റ് കാരണം ബിയിൽ ഉണ്ടാവാൻ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റിനെ നമ്മൾ എം ഡാഷിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ക്യാരി ഓവർ ഫാക്ടർ is represented as the ratio of m dash by m. അപ്പോൾ നമ്മൾ രണ്ട് ടേംസ് ഇവിടെ പഠിച്ചു. വാട്ട് ഇസ് ക്യാരി ഓവർ മൊമെന്റ് ആൻഡ് വാട്ട് ഇസ് ക്യാരി ഓവർ റേഷ്യോ. ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞ ബീമില് എയില് മൊമെന്റ് അപ്ലൈ ചെയ്തു, ബി ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോ എയിലെ മൊമെന്റ് കാരണം ബിയില് there will be development of some moment which is known as carry over moment. Okay, so the ratio of that carry over moment to actual moment is what we call it as carry over factor. അപ്പോൾ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. What is carry over moment and what is carry over factor? Carry over moment, carry over factor. ഇത് രണ്ടും ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. Then ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ദാറ്റ് ഈസ് ഇഫ് യു ആർ ഹാവിംഗ് എ ജോയിന്റ് ലൈക്ക് ദിസ്, ഫ്രം ദാറ്റ് ജോയിന്റ് ഡിഫറെന്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആർ ബ്രാഞ്ചിങ്. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് ഒ എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ ഒ എ, ഒ ബി, ഒ സി, ഒ ഡി, അങ്ങനെ 4 മെമ്പേഴ്സ് ആ ഒരു പോയിന്റിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മൊമെന്റ് എം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി കനോട്ട് സേ ദാറ്റ് ആ മൊമെന്റ് ഈക്വലി ആയിരിക്കും ഈ 4 മെമ്പേഴ്സും എടുക്കുന്നതെന്നുള്ളത്. ഓക്കെ, ആ മെമ്പേഴ്സ് അവിടുത്തെ എന്താ പറയാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ലെങ്ത് അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിന്റെ ബേസിസിൽ there will be a percentage variation of moment carried by each member. So that is what is called distribution, and a factor related to that is what is called distribution factor. That is when a moment is applied to a rigid joint where number of members meeting, okay, a number of members meet ചെയ്യുന്ന ഒരു joint, if you are applying a moment, the applied moment is shared by the members meeting at that joint. The ratio of moment shared by the member to the applied. അപ്പോൾ for example ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് എ ഒ എന്ന് പറഞ്ഞാൽ എ ഒ എത്ര മൊമെന്റ് എടുത്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ മൊമെന്റ്. ഓക്കെ, എ ഒ എടുത്ത മൊമെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മൊമെന്റിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് എ ഒ. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ used for calculating distribution factor. That is the moment carried by the member divided by the total moment
given അല്ലെങ്കിൽ total moment applied. Okay, that is what is called distribution factor. അപ്പോൾ carry over factor distribution factor മാറി പോവരുത്. AB എന്ന് പറഞ്ഞ മെമ്പറിൽ എയിൽ മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബിയിൽ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യുന്ന സാധനത്തിനെയാണ് what we call it as എന്ത് carry over moment. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ജോയിന്റിൽ മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ മെമ്പേഴ്സും ഡിഫറെന്റ്ലി ആയിരിക്കും ആ മൊമെന്റിനെ ടേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെമ്പർ ടേക്കപ്പ് ചെയ്യുന്ന മൊമെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അപ്ലൈഡ് വൺ, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ ഇവിടെ ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ തന്നെയാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ കേസിൽ വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഏതെങ്കിലും ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഒരു ജോയിന്റ് തന്നിട്ട് ആ ജോയിന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അത് നമ്മൾ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ നമ്മളവിടെ എടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് മെയിൻലി ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ് മെത്തേഡ്. അതായത് ഇത് എങ്ങനെയാണ് ഇത് നമ്മളൊരു ബീമിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് അസ്യൂമിങ് ഓൾ എൻഡ്സ് ആർ ഫിക്സഡ്, ഫസ്റ്റ് വിൽ ബി ഫൈൻഡിങ് ഔട്ട് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ്. അപ്പൊ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഫോളോ ചെയ്യുന്നതും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സഡ് ആൻഡ് മൊമെന്റ് കണ്ടുപിടിക്കും. ദെൻ വിൽ ബി കാൽക്കുലേറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ആ ഒരു എത്ര നമ്പർ ഓഫ് ജോയിന്റ് ഉണ്ടോ ഓരോ ജോയിന്റിന്റെ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കും, സോറി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കും. ദെൻ വിൽ ബി ബാലൻസിങ് ദ ജോയിന്റ് ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ബാലൻസിങ് മൊമെന്റ്. നമ്മൾ ഇനി ബാലൻസിങ് ആയിരിക്കും ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉപയോഗിച്ച് ആ ജോയിന്റിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നെറ്റ് മൊമെന്റുകളെ ബാലൻസ് ചെയ്യും. അപ്പൊ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊമെന്റ്സ് ബാലൻസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ വിൽ ബി ക്യാരി ഓവറിംഗ് ദ ഹാഫ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ്. അവിടെ വന്നിരിക്കുന്ന നെറ്റ് മൊമെന്റിന്റെ വാല്യൂവിന്റെ ഹാഫ് അടുത്ത ജോയിന്റിലേക്ക് ക്യാരി ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അഗെയിൻ വിൽ ബി ബാലൻസിങ് അൺടിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ടറി ആൻസർ അല്ലെങ്കിൽ ഒരു നെറ്റ് ജോയിന്റിൽ എല്ലാ മൊമെന്റ്സും നെറ്റ് വാല്യൂ 0 വരുന്നത് വരെ ഈ ഒരു ഐട്രേഷൻ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് മെത്തേഡ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ഐട്രേഷൻ മെത്തേഡ്. പല നമ്പർ ഓഫ് ട്രയൽസ് ചെയ്ത് റിവിഷൻ ചെയ്താണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഫൈനൽ എൻ മൊമെന്റ്സ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചെയ്യാൻ വളരെ എളുപ്പം മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. പെട്ടെന്ന് ആൻസർ കിട്ടും. ബട്ട് ദ തിങ് ഇസ് തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ആ ഒരു പ്രൊസീജിയർ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് അത്രയും ലെങ്തി കാൽക്കുലേഷൻ, ഇക്വേഷൻ സോൾവിങ് അങ്ങനെയൊക്കെ വരും. പക്ഷെ തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. പക്ഷെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ബട്ട് അറ്റ്മോസ്റ്റ് കെയർ വെച്ചിട്ട് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ ന്യൂമറിക്കൽ പാർട്ട് ഓഫ് ദിസ് മൊഡ്യൂൾ 1. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽസ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 6 നമ്പർ ഓഫ് ന്യൂമറിക്കൽസ് ആണ്. അതായത് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കേസുകളിൽ നിന്നുള്ള ന്യൂമറിക്കൽസ്. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും മെത്തേഡ് ഫോളോഡ് ഇസ് സെയിം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഇസ് സെയിം. നമ്മൾ ഓൾറെഡി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഡിസ്കസ് ചെയ്തു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ സെയിം ആണ്. വ്യത്യാസം വരുന്നത് അവിടെ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഇൻപുട്ട് വാല്യൂസിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് എ 2-span കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ യൂസിംഗ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആൻഡ് ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യങ്സ് മോഡുലസ് ഇസ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ 2 സ്പാനിലും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ വാല്യൂവും യങ്സ് മോഡുലസ് യൂഷ്വലി എപ്പോഴും സെയിം ആയിരിക്കും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I 2i എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തിരുത്തി തരും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ പൊസിഷനിൽ നമ്മൾ ഇട്ടില്ല എന്നാണെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഹിയർ ഇറ്റ്സ് എ സ്പാൻ എ ബി എന്ന് പറയുന്ന സ്പാനിൽ there is a point load of 60 kilonewton. BC എന്ന് പറയുന്ന സ്പാനിൽ there is a UDL of 30 kilonewton per meter. ഓക്കെ, ഇനി സ്പാൻ തന്നിരിക്കുന്നത് എ ബിയും ബി സിയും 6 മീറ്റർ ഈച്ച് ആണ്. ലോഡ് 4 മീറ്റർ 2 മീറ്റർ എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആണെങ്കിലും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഫിക്സഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, എൻറ്റയർലി ഡിപ്പെൻഡിങ് അപ്പോൺ ലോഡ്. ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ കൺസിഡർ ചെയ്യുക, 2 അറ്റവും ഫിക്സഡ് ആണെന്ന് അസ്യൂം ചെയ്യുക, ലോഡ് വെക്കുക. ഓക്കെ, പോയിന്റ് ലോഡ് ആണെങ്കിൽ വി ആർ ഹാവിംഗ് എ സെറ്റ് ഓഫ് ഇക്വേഷൻ, UDL ആണെങ്കിൽ വി ആർ ഹാവിംഗ് എ സെറ്റ് ഓഫ് ഇക്വേഷൻ. അപ്പൊ എന്തായിരുന്നു പോയിന്റ് ലോഡിന്റെ ഇക്വേഷൻ? പോയിന്റ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇക്വേഷൻ ഇസ് -WAB² പ്ലസ് WA²B/L². ഇതാണ് നമ്മുടെ 2 ഫിക്സഡ് ആൻഡ് മൊമെന്റ്സിന്റെ ഇക്വേഷൻ. അപ്പൊ AB എന്ന് പറഞ്ഞ സ്പാൻ ആണെങ്കിൽ
MFAB യും MFBA യും ആണ് രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ആദ്യത്തത് നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ്. ഇനി A യും B എന്ന് പറഞ്ഞാൽ ആ ലോഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ഡിസ്റ്റൻസുകളാണ് A യും B യും. അപ്പൊ ഇവിടെ A എന്ന് പറയുന്നത് 4 ആണ്, B എന്ന് പറയുന്നത് 2 ആണ്. ലെങ്ത് 6 മീറ്റർ, W is 60. അപ്പൊ എന്ത് വരും? MFAB എന്ന് പറയുന്നത് -60 into 4 into 2 square divided by 6 square. ഇനി MFBA എത്രയാണ്? 60 into A square B ആണ്. അപ്പോൾ 4 square multiplied by 2 divided by 6 square. ഓക്കെ, ഇതാണ് പോയിന്റ് ലോഡിന്റെ കേസിൽ. ഇനി UDL ആവുമ്പോൾ എന്തായിരിക്കും? UDL ആണെങ്കിൽ ഇറ്റ് ഈസ് -WL square by 12 and plus WL square by 12. So this is the equation in case of UDL. ഒരു UDL വരുമ്പോൾ ഇങ്ങനെയാണ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് വരുന്നത്. ആദ്യത്തത് -WL square by 12 and രണ്ടാമത്തത് +WL square by 12. So here it is 30 into 6 square by 12 മൈനസ് ആദ്യത്തത്, രണ്ടാമത്തെ പ്ലസ്. സോ യു ഗെറ്റ് ദ വാല്യൂസ് ഓഫ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും, ഈ മൊഡ്യൂളിലെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു കാൽക്കുലേറ്റ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എല്ലാ കേസിന്റെയും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇവിടെ AB BC എന്ന് പറഞ്ഞ രണ്ട് സ്പാൻസ് ഉണ്ട്. സോ യു വിൽ ബി ഹാവിംഗ് എ മൊമെന്റ് MAB, MBA, MBC, MCB. ഓക്കെ, രണ്ട് സ്പാൻ ഉണ്ടെങ്കിൽ 4 മൊമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. AB ക്ക് 2 എണ്ണം, BC ക്ക് 2 എണ്ണം. ഓക്കെ, അപ്പോൾ MBAB MBA ആണ് ആദ്യത്തെ 2 എണ്ണം, MBC MCB ആണ് പിന്നത്തെ 2 എണ്ണം. അപ്പോൾ എന്താണ് ബേസിക് ഇക്വേഷൻ ഫോർ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. MAB ഈക്വൽ ടു MFAB പ്ലസ് 2EI by L multiplied by 2 theta A plus theta B minus 3 delta by L. This is the basic equation for slope deflection method. Okay, ഇനി അടുത്തതാണെങ്കിലോ MBA ആണെങ്കിലോ, MBA ആണെങ്കിൽ B ക്ക് പകരം A ആക്കുക, A ക്ക് പകരം B ആക്കുക. That will be MFBA plus 2EI by L multiplied by 2 theta B plus theta A minus 3 delta by L. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസ്. അപ്പൊ 4 കേസിലും ബേസിക് ഇക്വേഷൻ എഴുതുക. നമുക്ക് അറിയാവുന്ന പാരാമീറ്റേഴ്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യത്തെ കേസിൽ MAB ഈക്വൽ ടു MFAB നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. MFAB is -26.67 പ്ലസ് 2EI. ഇവിടെ I നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ പുട്ട് I itself. സോ 2EI by 6 multiplied by 2 theta A plus theta B minus ഡെൽറ്റനെ കുറിച്ചുകൂടെ ഒന്നും പറഞ്ഞിട്ടില്ല. സെറ്റിൽമെന്റ് ഉണ്ടെന്നോ സ്വേ ഉണ്ടെന്നോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ നെഗ്ലക്ട് ദാറ്റ് ടേം ഓർ പുട്ട് ഇറ്റ് ആസ് 0. സോ ഇറ്റ് ബിക്കംസ് 2 theta A plus theta B. ഇനി തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗിവൻ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ക്വസ്റ്റ്യനിൽ A എന്ന് പറയുന്ന സപ്പോർട്ട് എന്താണ്? A എന്ന് പറയുന്ന സപ്പോർട്ട് ഇറ്റ് ഇസ് എ ഫിക്സഡ് സപ്പോർട്ട്. ഫിക്സഡ് സപ്പോർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ at the fixed end slope and deflection both are 0. So you can directly take the value of theta A as 0. So the equation will be modified like this. But theta A 0 and namukku ariyam. So ആ equation modify. എപ്പോഴും ഓർത്തിരിക്കുക, ഒരു പ്രോബ്ലത്തില് ഫിക്സഡ് എൻഡ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് അനുസരിച്ച് ആ പെർട്ടിക്കുലർ പോയിന്റിലുള്ള സ്ലോപ്പ് 0 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ MAB. MABയുടെ ഇക്വേഷൻ കിട്ടിയാൽ സെയിം പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് MBA കണ്ടുപിടിക്കുക. ഫോർ യു ഹാവ് ഇക്വേഷൻ ഫോർ MBA. സോ ദ ഇക്വേഷൻ ഫോർ MBA വിൽ ബി ലൈക്ക് ദിസ്. MBCയുടെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക. MBCയുടെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? എക്കും ബിക്കും പകരം ബിയും സിയും ആയിരിക്കും വരുന്നത്. സോ ഇക്വേഷൻ വിൽ ബി MBC ഈക്വൽ ടു MFBC plus 2EI by L multiplied by 2 theta B plus theta C minus 3 delta by L. അപ്പൊ ഇവിടെ നോക്കാം, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ബിയും സിയും എന്താണ്? റോളർ അല്ലെങ്കിൽ ഹിഞ്ച് സപ്പോർട്ട് ആണ്. അപ്പൊ റോളർ അല്ലെങ്കിൽ ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിൽ ഇറ്റ് ഇസ് ഹാവിംഗ് എ വാല്യൂ ഓഫ് സ്ലോപ്പ്. ഓക്കെ, സോ യു കനോട്ട് ടേക്ക് തീറ്റ ബി ഓർ തീറ്റ സി ആസ് 0. സോ ദ ഇക്വേഷൻ വിൽ ബി ഹാവിംഗ് ബോത്ത് ഓഫ് ദം ആസ് അൺനോൺസ്. തീറ്റ ബിയും തീറ്റ സിയും അൺനോൺസ് ആയിട്ട് തന്നെ അവിടെ കീപ്പ് ചെയ്യുക. സോ യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ MBC. സിമിലർലി യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ MCB. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിച്ചെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതുകയാണ് ചെയ്തത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് എഴുതി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു അപ്ലൈ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് 2 ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തെ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ബി ആണ്. ജോയിന്റ് ബിയിൽ 2 മൊമെന്റുകൾ ഉണ്ട്. എന്തൊക്കെയാണ് ജോയിന്റ് ബിയിൽ 2 മൊമെന്റ്? MBAയും MBCയും. അപ്പൊ MBAനെയും
എം ബി സിനെയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ യു ഷുഡ് ഗെറ്റ് 0. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ, ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ MBA plus MBC equal to 0. MBA ഇക്വേഷൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, MBC ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആഡിങ് ബോത്ത് ഓഫ് ദം, MBA-നെയും MBC-നെയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പൊ MBA ഇക്വേഷൻ ആദ്യം എഴുതുക. ഇതാണ് MBA ഇക്വേഷൻ. സോറി, ഇവിടെ വരെയാണ് MBA ഇക്വേഷൻ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ MBC. രണ്ടിനെയും കൂടി ആഡ് ചെയ്യുക ഈക്വൽ ടു 0. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് എ സിംപ്ലിഫൈഡ് ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾസ് theta B and theta C. ഇനി അടുത്ത ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജോയിന്റ് C ആണ്. ജോയിന്റ് സിയിൽ ഒരേ ഒരു മൊമെന്റ് മാത്രമാണ് ഉള്ളത്, MCB. സോ MCB ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദിസ് ഇസ് ദ വാല്യൂ ഫോർ MCB. അത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് അനദർ ഇക്വേഷൻ. അപ്പൊ 2 ഇക്വേഷൻസ് കിട്ടി, 2 അൺനോൺസ്, theta B യും theta C യും ആണ് 2 അൺനോൺസ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫോർ theta B and theta C. theta B യുടെയും theta C യുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ theta B യുടെയും theta C യുടെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് എൻഡ് മൊമെന്റ്സ് കിട്ടാനായിട്ട് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫിക്സഡ് നമ്മള് മൊമെന്റിന്റെ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, MBA, MAB, MBC, MCB. അത് എല്ലാത്തിലും theta B യുടെയും theta C യുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ ഫൈനൽ വാല്യൂ ഫോർ മൊമെന്റ്. നമുക്ക് എല്ലാ മൊമെന്റ്സിന്റെയും ഫൈനൽ വാല്യൂസ് കിട്ടും. MBA, MBC, MAB, MCB ആൻഡ് എല്ലാം 4 മൊമെന്റ്സിന്റെയും ഫൈനൽ വാല്യൂസ് കിട്ടും. ആ ഫൈനൽ വാല്യൂസ് വെച്ചിട്ട് യു ക്യാൻ പ്ലോട്ട് ദ ഡയഗ്രാം. അപ്പൊ ഡയഗ്രാം എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ആ കിട്ടിയിരിക്കുന്ന ഫൈനൽ മൊമെന്റ് വാല്യൂസിനെ 3 പ്ലോട്ട് ചെയ്യാം. അത് വെച്ചിട്ട് യു ക്യാൻ ഡ്രോ ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക. ഇനി ഓരോ സ്പാനിലും AB എന്ന് പറഞ്ഞ സ്പാനിലും BC എന്ന് പറഞ്ഞ സ്പാനിലും എന്തുണ്ട്? AB എന്ന് പറഞ്ഞ സ്പാനിൽ ഒരു പോയിന്റ് ലോഡ് ഉണ്ട്. അപ്പൊ പോയിന്റ് ലോഡ് ഉള്ളപ്പോൾ ഇറ്റ് വിൽ ബി എ ട്രയാങ്കിൾ വിത്ത് ഓർഡിനേറ്റ് WAB/L. നെക്സ്റ്റ് സ്പാനിൽ ഒരു UDL ആണുള്ളത്. UDL ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ പാരാബോള വിത്ത് ഓർഡിനേറ്റ് WL²/8. ഓക്കെ, ഇപ്പൊ ഇവർ രണ്ടുപേരെയും കൂടി മെർജ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി കിട്ടുന്ന ഈ ഒരു പോർഷൻ ആയിരിക്കും ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ദ ഗിവൺ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ വി വിൽ ബി സോൾവിംഗ് യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ഒരു 90% ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ചാൻസ്. ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ സപ്പോർട്ട് കണ്ടീഷൻസോ ലോഡിംഗ് കണ്ടീഷൻസോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ചോദിക്കാം. ഓക്കെ, ഇനി ബീംസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ സപ്പോർട്ട് കണ്ടീഷൻ പല രീതിയിലും മാറ്റിത്തരാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യന്റെ ഉള്ളില് ഇങ്ങനെയായിരുന്നു നമ്മുടെ സപ്പോർട്ട് കണ്ടീഷൻ. അതായത് A എന്ന് പറയുന്ന ഒരു ഫിക്സഡും Bയും Cയും ഹിഞ്ച് അല്ലെങ്കിൽ റോളർ ആയിട്ട്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫിക്സഡിന് പകരം 3ഉം ഇങ്ങനെ തരാം. ഇപ്പൊ എന്താ വ്യത്യാസം വരുന്നത്? theta A യും theta B യും theta C യും 0 അല്ല. പിന്നെ 3ഉം ജോയിന്റ് ആണ്, അപ്പോൾ കുറച്ചും കൂടി സ്റ്റെപ്സ് കൂടും. അപ്പോൾ theta Aക്ക് ഒരു വാല്യൂ ഉണ്ട്, theta Bക്ക് ഒരു വാല്യൂ ഉണ്ട്, theta Cക്ക് ഒരു വാല്യൂ ഉണ്ട്. അതുപോലെ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എടുക്കുമ്പോൾ ജോയിന്റ് A ഉണ്ട്, ജോയിന്റ് B ഉണ്ട്, ജോയിന്റ് C ഉണ്ട്. സോ യുൽ ബി ഹാവിംഗ് 3 അൺനോൺസ് 3 ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി പ്രോബ്ലം കോംപ്ലിക്കേറ്റഡ് ആയി. അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ Aയും Cയും ഫിക്സഡ് ആക്കി തരാം, B മാത്രം ഇതാക്കി തരാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ theta A യും theta C യും 0 ആണ്, theta B മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ചോദിക്കാം ഒന്നെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ യൂസിംഗ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഇഫ് സപ്പോർട്ട് ബി ഇസ് സിങ്കിങ്. സപ്പോർട്ട് സിങ്കിങ് അല്ലെങ്കിൽ സപ്പോർട്ട് സെറ്റിൽമെന്റിന്റെ ഒരു കേസ് വരികയാണ്. ഓക്കെ, നമ്മുടെ സിലബസിൽ പ്രത്യേകം സപ്പോർട്ട് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൂടാ എന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫ് ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സപ്പോർട്ട് സെറ്റിൽമെന്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ സപ്പോർട്ട് സെറ്റിൽമെന്റ് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, എടുക്കേണ്ട സ്റ്റെപ്പിൽ കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാന്നേ ഉള്ളൂ. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, AB എന്ന് പറഞ്ഞ സ്പാനില് UDL ആണ്, അവിടുത്തെ EI എന്ന് പറയുന്നത് 2EI ആണ്. BC എന്ന് പറഞ്ഞ സ്പാനില് പോയിന്റ് ലോഡാണ്, അവിടുത്തെ EI എന്ന് പറയുന്നത് EI തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ EI വേരിയേഷനും മാറ്റി തരാം. അപ്പൊ നമുക്ക് അതെങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് AB-യിൽ UDL ആണ്. മൈനസ് WL²/8 12 and plus WL²/12 will give you this two answers. BC-യിൽ എന്താണ്? BC-യിൽ ഒരു പോയിന്റ് ലോഡ് ആണ്. പോയിന്റ് ലോഡ് ആവുമ്പോൾ എന്തായിരിക്കും?
മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ ബി ബൈ എൽ സ്ക്വയർ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പോയിന്റ് ലോഡിന്റെ കേസിൽ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. പോയിന്റ് ലോഡ് സെന്ററിലാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് എയും ബിയും ഈക്വൽ ആണെങ്കിൽ മറ്റേ ഇക്വേഷന് പകരം WL/8 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അത് ഉപയോഗിച്ചാണ് ചെയ്തത്. അത് ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല, മറ്റേത് തന്നെ ഓർത്ത് ചെയ്താലും കറക്റ്റ് ആണ്. അവിടെ എയും ബിയും സെയിം വരുന്ന ഒരു സബ് കേസ് ആണിത്. ഓക്കെ, എയും ബിയും സെയിം വന്നാൽ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ ആസ് minus WL/8 and plus WL/8. So first step we have calculated all the fixed end moments. Now ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് is write down slope deflection equation. അപ്പോൾ slope deflection equation ആണ് MAB equal to MFAB plus 2EI/L multiplied by 2 theta A plus theta B minus 3 delta by L. ഇവിടെ ഐക്ക് പകരം കറസ്പോണ്ടിങ് വാല്യൂ AB എടുക്കുമ്പോൾ 2EI എന്നും BC എടുക്കുമ്പോൾ EI എന്നും തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ട് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ സിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നത് ആ ഡിഫോർമേഷൻ ഡെൽറ്റയിലാണ്. അപ്പോൾ ഡെൽറ്റയും കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സപ്പോർട്ട് ബി ഇസ് സിങ്കിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എ ബിക്കും കോമൺ ആണ്, ബി സിക്കും കോമൺ ആണ്. ഓക്കെ, അപ്പോ MFAB എടുക്കുമ്പോൾ ഡെൽറ്റയുടെ അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഡെൽറ്റ ഇസ് ഗിവൺ ആസ് 10 mm. ഓക്കെ, സോ 10 mm എന്നുള്ളത് നമ്മൾ മീറ്ററിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുവാണ് ഡെൽറ്റ വാല്യൂ. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ ഫോർ MAB. ഓക്കെ, ഇനി MBA എടുക്കുമ്പോൾ എന്ത് വരും? ബി എടുക്കുമ്പോഴും നമ്മൾ അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി BC എടുക്കും, AB എടുക്കുമ്പോൾ ബിയിലായിരുന്നു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ ആ വാല്യൂ പോസിറ്റീവ് ആയിട്ട് എടുത്തു. B മൈനസ് എ എന്നാണ് എടുക്കുന്നത്. സോ ബിയിലാണ് സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് 10 - 0 എന്നുള്ള രീതിയിൽ എടുത്തു. അടുത്ത CB എടുക്കുമ്പോൾ എന്താ വരുന്നത്? ബിയിലാണ് സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കുന്നത്. സോ C - B ആണ് ചെയ്യുന്നത്. സോ ഡെൽറ്റ വി കൺസിഡർ ഇറ്റ് ആസ് -10. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സെറ്റിൽമെന്റ് ഏത് സപ്പോർട്ടിനാണോ ഉള്ളത് ആ സപ്പോർട്ടിനെ വേണം കൺസിഡർ ചെയ്യാൻ. ഇവിടെ ബിക്ക് ആയതുകൊണ്ട് AB കൺസിഡർ ചെയ്യുമ്പോൾ B - A. സോ 10 തന്നെ വരും. BC കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? C - B ആണ് വരുന്നത്. സോ ഇറ്റ് ബിക്കംസ് -10. ഓക്കെ, അത് ചെയ്യാം. എല്ലാ ഇക്വേഷൻസും എഴുതാം. ദെൻ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ, ജോയിന്റ് ബിയിൽ എന്തൊക്കെയാ ഉള്ളത്? MBA plus MBC equal to 0. MBAനെയും MBCനെയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 വരണം. സോ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫോർ θB and θC. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ സെഷൻസിൽ അവൈലബിൾ ആണ്. റെഫർ ചെയ്ത് നോക്കുക. നമ്മളിവിടെ ജസ്റ്റ് സ്റ്റെപ്സ് ആണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ θBയും θCയും കാൽക്കുലേറ്റ് ചെയ്യാം. θBയും θCയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന ഇക്വേഷൻസിൽ ഇട്ട് കൊടുത്താൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് MBA, MBC, MCB ആൻഡ് MCB. ഓക്കെ, ആ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാം. ഇവിടെ ഒരേ ഒരു കാര്യം മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, ഡെൽറ്റയ്ക്ക് വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ EIക്ക് ഇവിടെ വാല്യൂ ഉണ്ട്, ഡിഫറെന്റ് ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ സെയിം അല്ല, ഡിഫറെന്റ് ആവുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് തന്നെ ഇട്ട് കൊടുക്കുക. സോ ദിസ് ഹൗ വി കാൽക്കുലേറ്റ് ദാറ്റ്. ആ കിട്ടിയിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് യു ക്യാൻ ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമുക്കിപ്പോ കിട്ടിയ വാല്യൂസിന്റെ സപ്പോർട്ട്സിന് മാർക്ക് ചെയ്യുക. അത് വെച്ചിട്ട് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. അത് കഴിഞ്ഞ് ഓരോ സ്പാനിലും, ഫസ്റ്റ് സ്പാനിൽ UDL ആയതുകൊണ്ട് UDL WL²/8, സെക്കൻഡ് സ്പാനിൽ പോയിന്റ് ലോഡ് ആയതുകൊണ്ട് അതിന്റെ WAB/L, അത് വെച്ചിട്ട് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതും ഒരു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം തെറ്റിപ്പോകാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. സപ്പോർട്ട് സെറ്റിൽമെന്റ് പലരും കൺസിഡർ ചെയ്യാൻ വിട്ടുപോകും. ഓക്കെ, അപ്പൊ അത് എടുക്കേണ്ടത് ഡെൽറ്റ എന്ന് പറയുന്ന ടേമിലാണ് സപ്പോർട്ട് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന വാല്യൂ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അത് എങ്ങനെ കൺസിഡർ ചെയ്യണം? AB എടുക്കുമ്പോൾ B - A ആണ് എടുക്കേണ്ടത്. സോ ബിയിലാണ് സപ്പോർട്ട് സെറ്റിൽമെന്റ് ഉള്ളത് കൊണ്ട് 10 - 0. BC എടുക്കുമ്പോഴോ C - B ആണ് എടുക്കുന്നത്. സോ സിയിൽ 0 ആണ്, ബിയിൽ 10 ആണ്. സോ 0 - 10 -10 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഇൻ mm. യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ മീറ്റർ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ഫ്രെയിം. അപ്പോൾ നിങ്ങൾ സിലബസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡില് വിത്ത് സ്വേ ആൻഡ് വിത്തൗട്ട് സ്വേ രണ്ട് കേസും സ്പെസിഫൈ ചെയ്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ടൈപ്പിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ആക്ച്വലി സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു നോർമൽ ബീം ചോദിക്കാം, കണ്ടിന്യൂസ് ബീം ചോദിക്കാം, അല്ലെങ്കിൽ ബീം വിത്ത് സ്വേ അല്ല വിത്ത് സപ്പോർട്ട് സെറ്റിൽമെന്റ് വേണമെങ്കിൽ ചോദിക്കാം. ഇനി
ഒരു നോർമൽ ഫ്രെയിം ചോദിക്കാം, സ്വേ ഇല്ലാത്ത ഫ്രെയിം ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രെയിം വിത്ത് സ്വേ. അപ്പൊ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആണ് മുഴുവനായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ 4 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷന്റെ ഈ 4 കേസും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് എ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. Question number 3, that is to analyze the frame shown in figure. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഫ്ലെക്സുറൽ DI കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫ്രെയിം നമുക്ക് കണ്ടാൽ അറിയാം, ദിസ് ഫ്രെയിം വിൽ നോട്ട് ബി ഹാവിങ് എനി സ്വേ. കാരണം എ എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡ് ആണ്, ബി എന്ന് പറയുന്നത് ഒരു റോളർ എൻഡ് ആണെങ്കിൽ കൂടി അത് എന്താ പറയുക, ഒരു സൈഡിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഫോഴ്സ് വന്നാലും ഒരു മൂവ്മെന്റ് ഉണ്ടാവാത്ത ടൈപ്പ് ഓഫ് ഫ്രെയിം ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫ്രെയിംസിനെയാണ് നമ്മൾ ഫ്രെയിംസ് വിത്ത് സ്വേ ആൻഡ് വിത്തൗട്ട് സ്വേ എന്നുള്ളതിൽ വിത്തൗട്ട് സ്വേ എന്നുള്ള കാറ്റഗറി വരുന്നത്. ഓക്കെ, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്നതിനകത്ത് ഒരു പോയിന്റ് ലോഡ് ഉണ്ട്, ബി സി എന്ന് പറഞ്ഞതിൽ UDL ഉണ്ട്, ബി ഡി എന്ന് പറയുന്നതിൽ ഒന്നുമില്ല. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ഏതൊക്കെ പോർഷൻ ഓഫ് ബീം ഉണ്ടോ അവിടെയൊക്കെ ഫിക്സഡ് എൻഡ് മൊമെന്റ് വരും. അപ്പൊ എ ബി ആയതുകൊണ്ട് MFAB ഉണ്ട്, MFBA ഉണ്ട്. അവിടെ എന്താണ് വരുന്നത്? പോയിന്റ് ലോഡ് ആയതുകൊണ്ട് യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ ഫോർ പോയിന്റ് ലോഡ്. ഇനി ബി സിയിൽ എന്താ ഉള്ളത്? ബി സിയിൽ UDL ആണ്. അപ്പൊ UDL ഇക്വേഷൻ വെച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കറസ്പോണ്ടിങ് ടു ദാറ്റ്. ഇനി എന്താ ഉള്ളത്? ഒരു സ്പാനും കൂടി ഉണ്ട്, പക്ഷെ ആ സ്പാനിൽ ലോഡ് ഒന്നുമില്ല. സോ യു ക്യാൻ ടേക്ക് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ഫോർ ദാറ്റ് സ്പാൻ ആസ് 0. അപ്പൊ അങ്ങനെ മൊത്തം 6 ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. Now ഇനി എന്ത് ചെയ്യണം? Now you have to write the moment distribution, slope deflection equation. എന്താണ് ഇക്വേഷൻ? MAB equal to MFAB plus 2 theta A plus theta B minus 3 delta by L. അപ്പൊ നമ്മൾ AB ആണ് കൺസിഡർ ചെയ്തതെങ്കിൽ അങ്ങനെ എടുക്കുക, BC ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി Bയും C യും ആക്കി എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ AB എന്ന് പറയുന്ന ഒരു സ്പാൻ ഉള്ളതുകൊണ്ട് MABയും MBCBAയും ഉണ്ടാവും. ഇനി BC എന്ന് പറഞ്ഞ സ്പാൻ ഉള്ളതുകൊണ്ട് MBCയും MCBയും ഉണ്ടാവും. BD എന്ന് പറഞ്ഞൊരു സ്പാൻ ഉള്ളത് കൊണ്ട് MBDയും MDBയും ഉണ്ടാവും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ഹാവ് ടു ഫ്രെയിം 6 ഇക്വേഷൻസ്, 6 ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യാം. ഇനി അടുത്ത എന്താണ് വേണ്ടത്? യു ഹാവ് ടു ഫോർമുലേറ്റ് ദ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പൊ ഇവിടുത്തെ ജോയിന്റ് ആരൊക്കെയാണ്? B ഒരു ജോയിന്റ് ആണ്, പിന്നെ ആരാണ് ജോയിന്റ് ഉള്ളത്? ഫിഗർ നോക്കിയേ, B ഒരു ജോയിന്റ് ആണ്, സിയും ഒരു ജോയിന്റ് ആണ്. അപ്പൊ B എന്ന് പറഞ്ഞ ജോയിന്റില് BA എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, BC എന്ന് പറയുന്ന BA എന്ന് പറയുന്ന മൊമെന്റ് ഉണ്ട്, BC എന്ന് പറഞ്ഞ മൊമെന്റ് ഉണ്ട്, BD എന്ന് പറഞ്ഞ മൊമെന്റ് ഉണ്ട്. സോ ഇക്വിലിബ്രിയം ഇക്വേഷൻ വിൽ ബി മൊമെന്റ് അബൌട്ട് B equal to 0 മീൻസ് MBA plus MBC plus MBD. ഇതിന്റെ 3 പേരെയും കൂടി സം ചെയ്താൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പൊ 3ന്റെ ഇക്വേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. BAയുടെ ഇക്വേഷൻ ഉണ്ട്, BCയുടെ ഉണ്ട്, BDയുടെ ഉണ്ട്. 3 ഇക്വേഷൻസും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ ഷുഡ് ബി ഈക്വൽ ടു 0. യു ക്യാൻ സിംപ്ലിഫൈ ഇറ്റ് ആൻഡ് മേക്ക് എ സിംഗിൾ ഇക്വേഷൻ. ഇനി എന്ത് വേണം? അടുത്ത ജോയിന്റ് എന്ന് പറയുന്നത് C ആണ്. സോ മൊമെന്റ് അബൌട്ട് C ഈക്വൽ ടു 0. അവിടെ ഒരു മൊമെന്റ് ആണുള്ളത്, MCB ഈക്വൽ ടു 0. ഓക്കെ, MCB ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? അവിടെ വരാവുന്ന മൊമെന്റ്സ് MCBയുടെ മാത്രമാണ്. സോ യു ആർ ഗെറ്റിംഗ് 2 ഇക്വേഷൻസ്. ഇവിടെ ഒരു ഇക്വേഷൻ, ഇവിടെ ഒരു ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you can find out the value for theta B and theta C. Theta B and theta C substitute ചെയ്താൽ you can find out all the moment values. എല്ലാ മൊമെന്റ് ബീം എങ്ങനെ ചെയ്തോ സെയിം പ്രൊസീജിയർ തന്നെ ഫ്രെയിം ആണെന്നേ ഉള്ളൂ. വിത്തൗട്ട് സ്വേ ഉള്ള ഫ്രെയിം ആണെങ്കിൽ ബീമിന്റെ അതേ പ്രൊസീജിയർ തന്നെയാണ്. എല്ലാ മൊമെന്റ് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുക. ബേസ്ഡ് ഓൺ ദാറ്റ് മൊമെന്റ് വാല്യൂസ് കിട്ടിയ വാല്യൂസിനെ പ്ലോട്ട് ചെയ്ത് you can draw the bending moment diagram. So this will be the shape of bending moment diagram. ഇത് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ്. ഇത് with the case of load in the case വരുമ്പോഴുള്ള bending moment diagram. Based on this you can complete the question. അപ്പോൾ ഒരു അനലൈസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇറ്റ്സ് എക്സ്പെക്ടഡ് ടു ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കൂടി വരയ്ക്കുക എന്നുള്ളത് അവിടെ എക്സ്പെക്ടഡ് ആണ് അനലൈസ് എന്ന് പറയുവാണെങ്കിൽ. Now we are considering a frame with the sway. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷനിൽ ചോദിക്കാവുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വേ ഉള്ള ഒരു ഫ്രെയിം. ഈ ഒരു ഫ്രെയിം നമുക്ക് കണ്ടാൽ അറിയാം ഇറ്റ് ഇസ് ഹാവിംഗ് സ്വേ. എന്തുകൊണ്ടാണ്? അതിന്റെ 2 ലെഗിന് 2 ലെങ്ത് ആണ്. അപ്പൊ മുകളിൽ ഇങ്ങനെ ഒരു ലോഡ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അതിന്റെ സൈഡിലേക്ക് പയ്യെ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ സ്വേ എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് സ്വേ ഉള്ള ഒരു ഫ്രെയിം വരുമ്പോൾ എങ്ങനെയാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് അനലൈസ് ചെയ്യുന്നത്? ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ചെക്ക് ഹിയർ. ഇവിടെ AB എന്ന് പറയുന്ന ലെഗ് 4 മീറ്റർ ആണ്, CD എന്ന് പറയുന്ന ലെങ്ത് 6 മീറ്റർ ആണ്, BC എന്ന് പറയുന്നതും 6 മീറ്റർ ആണ്. ആൻഡ് BCയിൽ യു ആർ ഹാവിംഗ് എ UDL ഓഫ് 40 kN per meter. So as usual
here this will be the pattern of sway. AB എന്ന് പറഞ്ഞ മെമ്പർ സൈഡിലേക്ക് ഒരു ഡെൽറ്റ എമൗണ്ട് ഡിഫ്ലക്ട് ചെയ്യും, അതുപോലെ സി ഡി എന്ന് പറഞ്ഞ മെമ്പറും സൈഡിലേക്ക് ഒരു ഡെൽറ്റ എമൗണ്ട് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യ സ്റ്റെപ്പിൽ തന്നെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുകയാണ്. എ ബിയിലോ സി ഡിയിലോ ലോഡ് ഒന്നുമില്ല, സോ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് വിൽ ബി 0. ഇനി എവിടെയാണ് ലോഡ് ഉള്ളത്? ബി സിയിലാണ്, അത് യു ഡി എൽ ആണ്. അപ്പൊ ബി സിയില് -WL²/12 ആൻഡ് +WL²/12 എന്ന് പറയുന്ന രണ്ട് മൊമെന്റ് വാല്യൂസ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിച്ചു. സെയിം സ്റ്റെപ്പ് തന്നെ. നൗ നെക്സ്റ്റ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ഉള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു സ്വേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിഫോർമേഷൻ ഡെൽറ്റ. അപ്പൊ സ്വേ ഡെൽറ്റ ആയിട്ട് അൺനോൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് കുറച്ച് മെമ്പറുകളിലാണ്. അതായത് എ ബിയിലും സി ഡിയിലും മാത്രമാണ് സ്വേ ഉണ്ടാവുള്ളൂ. ബി സിക്ക് സ്വേ ഒന്നുമില്ല. ബി സി ഹൊറിസോണ്ടൽ മെമ്പർ ആണല്ലോ, അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്വേ ഒന്നുമില്ല. അപ്പോൾ എ ബിയുടെ ഇക്വേഷൻ എഴുതുമ്പോഴും സി ഡിയുടെ ഇക്വേഷൻ എഴുതുമ്പോഴും ഒരു അൺനോൺ ഫോഴ്സ് ആയിട്ട് ഡെൽറ്റയും കൂടി ഇടണം. അപ്പോൾ equation for M of AB is, MAB equal to M of AB plus 2EI by L plus 2 theta A plus theta B minus 3 delta by L. അവിടുത്തെ ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു അൺനോൺ ഫോഴ്സ് ആണ്. സോ ഹിയർ യു ആർ ഹാവിംഗ് 3 unknowns, തീറ്റ എ, തീറ്റ ബി ആൻഡ് ഡെൽറ്റ. ഇവിടെ തീറ്റ എ എന്ന് പറയുന്നത് അതൊരു ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് തീറ്റ എ ആസ് 0. സോ ഹിയർ ദ unknowns will be തീറ്റ ബി ആൻഡ് ഡെൽറ്റ. സിമിലർലി എം ബി എയുടെ ഇക്വേഷൻ എഴുതുക, അവിടെയും തീറ്റ ബിയും ഡെൽറ്റയും വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എഴുതുന്നത്. നൗ വി ആർ കൺസിഡറിംഗ് സ്പാൻ ബി സി. സ്പാൻ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ബി സി എന്ന് പറഞ്ഞ ഒരു ഹൊറിസോണ്ടൽ ബീം മെമ്പർ ആണ്. അപ്പൊ അവിടെ സ്വേ ഇല്ല. സോ യു നീഡ് നോട്ട് കൺസിഡർ ദ ടേം ഡെൽറ്റ. സോ ഇറ്റ് ഇസ് ടേക്കൺ ആസ് 0. സോ എം എഫ് ബി സി പ്ലസ് 2EI by L into 2 theta B plus theta C മൈനസ് ഡെൽറ്റയ്ക്ക് പകരം 0. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്. Now, ഇനി അടുത്ത എന്താണ്? എം സി ബി എഴുതി, എം സി ഡി അത് എഴുതി. ഓക്കെ, അങ്ങനെ സി ഡി സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയും ഈ പറഞ്ഞ സ്വേ ആപ്ലിക്കബിൾ ആണ്. സോ വിൽ ബി കൺസിഡറിങ് ദ ടേം ഫോർ സ്വേ ഹിയർ. അപ്പൊ ഓർത്തിരിക്കുക, ബോട്ടിൽ ഫ്രെയിം വിത്ത് സ്വേയില് ഡെൽറ്റ സ്വേ കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ മെമ്പേഴ്സിന് മാത്രമാണ്, അതായത് എ ബിക്കും സി ഡിക്കും. ഓക്കെ, ബി സി ഹൊറിസോണ്ടൽ മെമ്പർ ആയതുകൊണ്ട് അതില്ല. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഹിയർ വി ഹാവ് ഗോട്ട് 6 ഇക്വേഷൻ, എ ബി ബി എ, ബി സി സി ബി ആൻഡ് സി ഡി ഡി സി, അങ്ങനെ 6 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അതിന്റെ എല്ലാത്തിലും കൂടി 3 അൺനോൺസ് ആണ് ഉള്ളത്, തീറ്റ ബിയും തീറ്റ സിയും അതുപോലെ തന്നെ ഡെൽറ്റയും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ജോയിന്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇപ്പൊ 2 ജോയിന്റ് ആയിട്ട് എടുക്കുന്നത് ബി ആണ്, മൊമെന്റ് അബൌട്ട് ബി. ബി വരുമ്പോൾ എന്ത് വരും? ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി. ബി വരുമ്പോൾ എം ബി എ പ്ലസ് എം ബി സി ഈക്വൽ ടു 0, അതാണ് വരുന്നത്. എം ബി എ പ്ലസ് എം ബി സി ഈക്വൽ ടു 0. അപ്പൊ എങ്ങനെ വരും? എം ബി എ പ്ലസ് എം ബി സി ഈക്വൽ ടു 0. അതിൽ എം ബി എ എന്ന് പറയുന്നത് എന്താണ്? ബി എയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബി സി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈക്വൽ ടു 0 കൊടുക്കുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 1 ഇക്വേഷൻ. അതുപോലെ അടുത്ത ജോയിന്റ് എടുക്കുക, ജോയിന്റ് സി. അവിടെ ഉള്ളത് എം സി ബിയും സി ഡിയും ആണ്. രണ്ടിന്റെ ഇക്വേഷൻ എഴുതുക, വിൽ ബി ഗെറ്റിംഗ് അനദർ ഇക്വേഷൻ. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. 2 അൺനോൺസ് അല്ല 3 അൺനോൺസ് ഉണ്ട്. അപ്പൊ 3 അൺനോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇക്വേഷൻ പോരാ. എത്ര ഇക്വേഷൻ വേണം? 3 ഇക്വേഷൻ വേണം. അതിനുവേണ്ടി വി ആർ ഗോയിങ് ടു ഫ്രെയിം എ തേർഡ് ഇക്വേഷൻ. ഇതാണ് ഒരു അഡീഷണൽ ആയിട്ടൊരു സ്റ്റെപ്പ് വിത്ത് സ്വയുടെ കേസിൽ വരുന്നത്. അപ്പൊ ഇതുവരെയുള്ള സ്റ്റെപ്സ് എല്ലാം കോമൺ ആയിരുന്നു. ഇവിടെ നമുക്ക് 3 അൺനോൺസ് ഉണ്ട്, തീറ്റ ബി, തീറ്റ സി ആസ് വെൽ ആസ് ഡെൽറ്റ. അപ്പൊ 3 അൺനോൺസ് ഉണ്ടെങ്കിൽ എപ്പോഴും മൂന്നാമതൊരു ഇക്വേഷനും കൂടി നമുക്ക് വേണം. അപ്പൊ മൂന്നാമതൊരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്. വി ആർ ടേക്കിംഗ് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് എച്ച് എ ഇസ് ഈക്വൽ ടു എം എ ബി പ്ലസ് എം ബി എ ബൈ 4 അല്ലെങ്കിൽ ബൈ ലെങ്ത്. അടുത്തത് എച്ച് ഡി ഇസ് ഈക്വൽ ടു എം സി ഡി പ്ലസ് എം ഡി സി ഡിവൈഡഡ് ബൈ ലെങ്ത്. ഓക്കെ, അപ്പൊ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എച്ച് എക്കും എച്ച് ബിക്കും ഒരു ഇക്വേഷൻ എടുത്തു. ഇനി നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്? എച്ച് എ പ്ലസ് എച്ച് ഡി ഈക്വൽ ടു 0. ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ രണ്ടും കൂടി സം ചെയ്താൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ എച്ച് എയുടെയും എച്ച് ഡിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് എ ഇസ് എം എ ബി പ്ലസ് എം ബി എ ഡിവൈഡഡ് ബൈ 4. എച്ച് ഡി ഇസ് എം സി ഡി പ്ലസ് എം ഡി സി ഡിവൈഡഡ് ബൈ 6. 6 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലെങ്ത് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് അനദർ ഇക്വേഷൻ വിത്ത് ദ തേർഡ് ഇക്വേഷൻ. അപ്പൊ മൊത്തം നമ്മളിപ്പോൾ 3 ഇക്വേഷൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. 3 ഇക്വേഷൻസിന് 3 അൺനോൺസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് തീറ്റ ബി, തീറ്റ സി ആസ് വെൽ ആസ് ഡെൽറ്റ. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് and find out all the values of moments MAB, MBA, MBC, MCB, MCD and MDC. അങ്ങനെ എല്ലാ മൊമെന്റ് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മൊമെന്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രോ ദ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. കിട്ടിയിരിക്കുന്ന വാല്യൂസിനെയൊക്കെ പ്ലോട്ട് ചെയ്യുക.
will give you the final bending moment diagram. Load ഉള്ള സ്ഥലത്ത് ലോഡിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം പ്ലോട്ട് ചെയ്യുക, രണ്ടിനെ കൂടി മെർജ് ചെയ്തെടുത്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് മാത്രം പഠിക്കുകയാണെങ്കിൽ ഈ 4 ക്വസ്റ്റ്യനും ഫോക്കസ് ചെയ്ത് പഠിക്കണം, കാരണം ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബബ്ലി വിൽ ബി ഫ്രം മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആണെങ്കിലും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ക്വസ്റ്റ്യനിൽ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അനലൈസ് ദ ബീം ഷോൺ ഇൻ ഫിഗർ എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഓർ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ, ഏത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ സ്പെസിഫൈ ചെയ്ത് പറയണം, യു ഹാവ് ടു സോൾവ് ഇറ്റ് ബൈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഓർ ബൈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അത് വെച്ച് തന്നെ ചെയ്യണം. 2 വെച്ച് ചെയ്താലും യു ഷുഡ് ഗെറ്റ് ദ സെയിം ആൻസർ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. അനലൈസ് എ 3 സ്പാൻ ബീം ആണ്. നമ്മൾ ഇതുവരെ ചെയ്തെല്ലാം 2 സ്പാൻ ബീം ആയിരുന്നു. ഒരു 3 സ്പാൻ ബീം യു ആർ ഗോയിങ് ടു അനലൈസ് ബൈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് യൂഷ്വൽ, ഇവിടെ എ ബി സ്പാനിൽ 1.5 ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ബി സി സ്പാനിൽ 1 ആണ്, സി ഡി സ്പാനിൽ 2 ആണ്. അപ്പൊ അതൊക്കെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. എ ബിയിൽ ഒരു പോയിന്റ് ലോഡാണ്, ബി സിയിൽ യു ഡി എൽ ആണ്, സി ഡിയിലും പോയിന്റ് ലോഡാണ്. അപ്പൊ അതും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എടുക്കുമ്പോൾ എ ബിയിൽ എന്താണ് വരുന്നത്, എ ബിയിലുള്ള പോയിന്റ് ലോഡിന്റെ കേസ് വരും, ബി സിയിലുള്ള യു ഡി എല്ലിന്റെ കേസ് വരും, സി ഡിയിലുള്ള പോയിന്റ് ലോഡിന്റെ കേസ് വരും. ദെൻ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ 2 മെത്തേഡിനും കോമൺ ആണ് നമ്മുടെ പറയുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇനി മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡില് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടത് ജോയിന്റ് ബിയും ജോയിന്റ് സിയും ആണ്. അപ്പൊ ജോയിന്റ് ബി എടുത്തു, നമ്മൾ ടേബിൾ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ജോയിന്റ് ബിയില് എ ബി എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്, എ ബി എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട്, സോറി ബി എ എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട്, ബി സി എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്. അതുപോലെ ജോയിന്റ് സിയില് സി ബി എന്ന് പറഞ്ഞൊരു മെമ്പർ ഉണ്ട്, സി ഡി എന്ന് പറയുന്ന മെമ്പർ ഉണ്ട്. ഇത് രണ്ടിന്റെയും സ്റ്റിഫ്നെസ് കെ വാല്യൂസ് എടുക്കാൻ പോവാണ്. അപ്പൊ കെ വാല്യൂസ് എടുക്കുന്നത് ഇങ്ങനെയാണ്, 4EI/L എന്നാണ് കെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. ഫോർ ദ ഫാർദർ എൻഡ് ഇസ് ഒരു ഫിക്സഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കെ വാല്യൂ, സ്റ്റിഫ്നെസ് വാല്യൂ കെ ഇസ് ടേക്കൺ ആസ് 4EI/L. ഓക്കെ, അപ്പൊ 4EI എന്ന് പറയുന്നത് അവിടെ 1.5 ആണ്, L 6 ആണ്. അത് വെച്ചിട്ട് കെ വാല്യൂ കണ്ടുപിടിച്ചു. Then we found out summation of k value. Then k divided by summation of k will give you distribution factor. അപ്പൊ ഓരോ മെമ്പറിന്റെയും ഇൻഡിവിജ്വൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഓരോ മെമ്പറും എത്ര മൊമെന്റ് എടുക്കുന്നു ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര മൊമെന്റ് കൊടുത്തു, അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇൻ ടേംസ് ഓഫ് സ്റ്റിഫ്നെസ് എടുക്കുമ്പോൾ ഓരോ മെമ്പറിന്റെയും സ്റ്റിഫ്നെസ് എത്രയാണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റിഫ്നെസ്, അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പുറത്തെ എൻഡ് ഇപ്പൊ എ ബി എന്ന് പറയുന്നതിൽ എ എന്ന് പറയുന്ന എൻഡ് ഫിക്സഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ സ്റ്റിഫ്നെസ് ആസ് 4EI/L. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എടുത്തു. ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ ജോയിന്റിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുകളെ തമ്മിൽ കൂട്ടിയാൽ യു ഷുഡ് ഗെറ്റ് 1. അതാണ് നമുക്കൊരു ചെക്ക് ആയിട്ട് നോക്കാവുന്നത്. അപ്പൊ ഇനി ബി സി എടുക്കുമ്പോൾ 4EI/L, അവിടെ ഒരു വാല്യൂ കിട്ടി, ദാറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റിഫ്നെസ് വിൽ ഗിവ് യു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് സംശയം തോന്നാം, സി എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് അല്ലേ എന്നുള്ളത്. ഇവിടെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് സി ഒരു റോളറുമാണ് വന്നിരിക്കുന്നത്. പക്ഷെ എപ്പോഴും ഓർത്തിരിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ എൻഡ് സപ്പോർട്ട് ഏതാണെന്ന് നോക്കി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളെയും നമ്മൾ ഫിക്സഡ് ആണെന്നുള്ള അസംഷനിൽ എപ്പോഴും 4EI/L തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ബി എടുക്കുമ്പോൾ ബി എയും ബി സിയും ആണ് 2 സപ്പോർട്ട്സ് എങ്കിലും ബി എ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പൊ നമ്മൾ 4EI/L എടുത്തു. ബി സി ഇന്റർമീഡിയറ്റ് ആയതുകൊണ്ട് 4EI/L എടുത്തു. ഇനി അടുത്ത സി എടുക്കുമ്പോഴോ സി ബിയും സി ഡിയും ആണ് എടുക്കുന്നത്. സി ബിയിൽ ബി എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ആണ്, സോ 4EI/L എടുത്തു. ഡി എന്ന് പറയുന്നത് ഫിക്സഡ് ആയതുകൊണ്ട് 4EI/L എടുത്തു. ഫിക്സഡ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ അതർ വൺ 3EI/L. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു. ഇവിടെ വേണമെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്താണെന്ന് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഒരു പർട്ടിക്കുലർ ബീം തന്നിട്ട് കാൽക്കുലേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു. നൗ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് വി ഹാവ് ടു പ്രിപ്പയർ എ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ലൈക്ക് ദിസ്. അപ്പൊ ആ ടേബിളിൽ ആദ്യം ജോയിന്റുകൾ എഴുതുക. ദെൻ എവിടേക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഉള്ളത്, ബിയില് ബി എ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, ബി സി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, അത് എഴുതുക. സിയില് സി ബി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, സി ഡി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. പിന്നെ ഒരു ടേബിൾ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ്
we will be writing fixed end moments. നമുക്ക് കിട്ടിയ 6 fixed end moments എഴുതാം. MAB, MBA, MBC, MCB, MCD, MDC. അങ്ങനെ 6 fixed end moments നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ജോയിന്റിലെ നെറ്റ് മൊമെന്റ് കണ്ടുപിടിക്കും. അതായത് 53 minus 15 ആണ് അവിടുത്തെ നെറ്റ് മൊമെന്റ്. ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ് ഈ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് net moment multiplied by minus of distribution factor. Okay, അപ്പോൾ ഇവിടെ 53.33 minus 15 multiplied by minus 4.29 ചെയ്തപ്പോഴാണ് ഈ വാല്യൂ കിട്ടിയത്. ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? 53.33 minus 15 multiplied by minus of 5.71. അതാണ് ഈ വാല്യൂ കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. നെക്സ്റ്റ് ജോയിന്റ് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ സി എടുക്കുമ്പോൾ എന്ത് വരും? 15 minus 30 multiplied by minus of 0.51 ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. 15 minus 30 multiplied by minus of 0.429 ചെയ്യുമ്പോൾ ഈ വാല്യൂസ് കിട്ടി. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാരി ഓവർ ചെയ്യാണ്. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വാല്യൂവിനെ ബി എനെ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ബി സിനെ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റ് എഴുതി, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അതിനെ ബാലൻസ് ചെയ്തു, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത്. ദെൻ അതിനെ ഹാഫ് ക്യാരി ഓവർ ചെയ്തു. നൗ വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് എ നെറ്റ് വാല്യൂ. ഒരു നെറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ആ നെറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഒരു ജോയിന്റിൽ, ഇപ്പോൾ ബി എന്ന് പറഞ്ഞ ജോയിന്റിലാണെങ്കിൽ ഇവിടെ കിട്ടുന്ന രണ്ട് വാല്യൂസും സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണെങ്കിൽ നമുക്ക് അപ്പം സ്റ്റോപ്പ് ചെയ്യാം. സെയിം അല്ലെങ്കിൽ ഈ ഒരു സെയിം പ്രോസസ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഫൈനൽ വാല്യൂസിനെ വെച്ചിട്ട് അതിനെ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഹാഫ് ക്യാരി ഓവർ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടിങ് ക്യാരി ഓവർ ബാലൻസിങ്, ഡിസ്ട്രിബ്യൂഷൻ ക്യാരി ഓവർ ബാലൻസ്. അങ്ങനെ ചെയ്ത് ഫൈനലി ഒരു ജോയിന്റില് രണ്ട് വാല്യൂസ്, ഇപ്പൊ ബി ആണ് ജോയിന്റ് എങ്കിൽ ബി എയും ബി സിയും ഇതുപോലെ സെയിം വരണം. സി ആണ് ജോയിന്റ് എങ്കിൽ സി ബിയും സി ഡിയും വാല്യൂ വൈസ് സെയിം വരണം. പ്ലസ് ഓർ ഒരെണ്ണം പ്ലസ് ഒന്ന് മൈനസും ആയിരിക്കണം. ദാറ്റ് ഇസ് നെറ്റ് ഷുഡ് ബി 0. ഇങ്ങനെ കിട്ടുന്നത് വരെ വി ഹാവ് ടു കണ്ടിന്യൂ ദ ഇറ്ററേഷൻ. ദ സ്റ്റെപ്പ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ, then carry over balancing, distribution carry over balancing. ഈ ഒരു രീതിയിൽ ചെയ്ത് പോവുക. This is the final end moments. ഈ final end moments വെച്ചിട്ട് we can directly draw the diagram. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ കുറവ് സ്റ്റെപ്പേ ഉള്ളൂ. പക്ഷെ ആ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫിക്സഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിച്ചു, സെക്കൻഡ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു, ടേബിളിലേക്ക് ഇട്ട് കൊടുക്കുന്നു, ഐട്രേറ്റ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ജോയിന്റിൽ സെയിം വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. അത്രയും മാത്രമാണ് നമ്മൾ ആസ് എ സ്റ്റെപ്പ് ചെയ്യുന്നത്. പക്ഷെ ആ ടേബിളിൽ ഐട്രേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇച്ചിരി tedious ആയിട്ടുള്ള പ്രോസസ് ആണ്, അല്ലെങ്കിൽ തെറ്റ് പോവാൻ ചാൻസ് കൂടിയ പ്രോസസ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഒരു ബീമാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഈ സെയിം പ്രൊസീജിയർ തന്നെ ഫ്രെയിമും നമുക്ക് ചെയ്യാം. നമ്മുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഫ്രെയിം വിത്തൗട്ട് സ്വേ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വിത്ത് സ്വേ സ്റ്റഡി മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വിത്തൗട്ട് സ്വേ ഉള്ള ഒരു ഫ്രെയിമാണ്. എല്ലാ സ്പാനിലും നിറയെ ലോഡൊക്കെ തന്നിരിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. എ ബിയിൽ ഒരു ലോഡ് ഉണ്ട്, ബി സിയിൽ 2 ലോഡ് ഉണ്ട്, സി ഡിയിൽ 1 ലോഡ് ഉണ്ട്. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഫൈൻഡ് ഔട്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. അപ്പോൾ എ ബിയിൽ യു ഡി എൽ ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. ബി സിയിൽ 2 പോയിന്റ് ലോഡ് ഉണ്ട്, 2 പോയിന്റ് ലോഡ് ഉണ്ട്. അപ്പൊ 2 പോയിന്റ് ലോഡ് ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം എടുക്കുമ്പോൾ ഒരു പോയിന്റ് ലോഡ് കൺസിഡർ ചെയ്യുക, ഇത് എയും ഇത് ബിയും ആയിട്ട് എടുക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് ലോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് എയും ഈ ഡിസ്റ്റൻസ് ബിയും ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ദിസ് വിൽ ബി ദ 2 ആൻസേഴ്സ് ഫോർ ദ കറസ്പോണ്ടിങ് 2 ലോഡ്സ്. അപ്പൊ ആദ്യത്തെ ലോഡ് എടുക്കുമ്പോൾ 30 into ab² പ്ലസ് രണ്ടാമത്തെ എടുക്കുമ്പോൾ ആ 30 into അതിന്റെ എ വേണം എടുക്കാൻ. ആദ്യത്തെ എടുക്കുമ്പോൾ അതിന്റെ എ ഇതാണ്, ലോഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ ചെയ്ത് കണ്ടുപിടിക്കാം. ഫിക്സഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിച്ചു. നൗ ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ് ഉള്ളത്? ബിയിലും സിയിലും ഉള്ളത്. അത് രണ്ടുമാണ് ജോയിന്റ്സ്. അപ്പൊ ബിയില് ബി എ ബി സി, സിയില് സി ബി സി ഡി. ഓക്കെ, ഫാദർ എൻഡ് ഫിക്സഡ് ആയതുകൊണ്ട് എല്ലാം 4ei/L ആണ്. ഫൈനലി വി കാൽക്കുലേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. നൗ ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ടേബിളിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് എഴുതി. ദിസ് ഇസ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എഴുതി. ഇനി എന്ത് ചെയ്യണം? അതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ -16 -40 multiplied by minus of 0.5 12 എന്നാണ് കിട്ടിയത്.
അതിന്റെ ഹാഫ് ഇപ്പുറത്തേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇവിടെ 12 എന്ന് കിട്ടി, ഹാഫ് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു, ക്യാരി ഓവർ കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ബാലൻസിങ്. ഇവിടെ ബാലൻസ് ചെയ്ത് നോക്കുക, ഒരു ജോയിന്റിൽ ആൻസർ എത്ര വരുന്നുണ്ടെന്ന് നോക്കുക. ഇവിടുത്തെ ആൻസർ സെയിം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്താം, ഒറ്റ ട്രയലിൽ നിർത്താം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് സിമിലർ ആൻസർ കിട്ടുന്നത് വരെ ട്രയൽസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി ആ ഒരു ജോയിന്റിൽ സൈൻ വ്യത്യാസമായിട്ട് വാല്യൂസ് കിട്ടുന്നത് വരെ വി ഹാവ് ടു ഡു ദ ഐട്രേഷൻ പ്രോസസ്. ഇങ്ങനെയാണ് വിത്തൗട്ട് സ്വേ എന്നുള്ള ഒരു പൊസിഷനിൽ നമ്മളൊരു ടിപ്പിക്കൽ പോർട്ടൽ ഫ്രെയിമിനെ അനലൈസ് ചെയ്യുന്നത്. ബീം എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ. ഓക്കെ, വിത്ത് സ്വേ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഐട്രേഷൻ ചെയ്യുന്ന കൂടാതെ വിത്ത് ആ ഒരു സ്വേ ഫോഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ സ്വേ ഫോഴ്സിനുള്ള ഒരു ഇനീഷ്യൽ ഒരു അഡീഷണൽ സ്റ്റെപ്പും കൂടി നമുക്ക് ഇതിനകത്ത് വരും. അപ്പൊ നമ്മൾ വിത്തൗട്ട് സ്വേ ഉള്ള കേസ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അത് കണ്ടു നോക്കുക. ഓക്കെ, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വിത്തൗട്ട് സ്വേ ഇലസ്ട്രേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാലേ ചോദിക്കുകയുള്ളൂ. നമുക്ക് മെയിൻലി ചോദിക്കുന്നത് ഇതായിരിക്കും. അപ്പൊ ഈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണെങ്കിൽ അതിൽ മെയിൻലി നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് 2 ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഒന്നൊരു ടിപ്പിക്കൽ ബീം, ആ ബീമിന്റെ സപ്പോർട്ട് കണ്ടീഷൻസ് വേണമെങ്കിൽ മാറി വരാം, 2 സ്പാനോ 3 സ്പാനോ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രെയിം ചോദിക്കാം. ഫ്രെയിം വിത്തൗട്ട് സ്വേ മാത്രമേ ചോദിക്കുകയുള്ളൂ. വിത്ത് സ്വേ ആണെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് എഴുതി വെച്ചാൽ യു വിൽ ബി ഗെറ്റിംഗ് ഫുൾ മാർക്ക്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഒരു ബൈ മിസ്റ്റേക്ക് എങ്ങാനും വിത്ത് സ്വേ ആയി പോവുകയാണെങ്കിൽ നിങ്ങൾ അത് സക്സസ്ഫുള്ളി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് ഫുൾ മാർക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ അതൊക്കെയാണ്, ഇത്രയാണ് ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ മൊഡ്യൂൾ 1 ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോസ് അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.